ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2007 പുറത്തിറങ്ങിയ ബിഫോർ ദ റെയിൻസ് എന്ന ഒരു ബോളിവുഡ് മൂവിയാണ്. ഈ ഒരു സിനിമയുടെ കഥ ശരിക്കും സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഒരു കഥയാണ്. അപ്പൊ നമുക്ക് ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് കിടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ കേരളത്തിലെ ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. അവിടേക്ക് ഇപ്പോൾ വെള്ളക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഹെൻറി എന്ന് പറയുന്ന ഒരു മുതലാളിയെയും അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന നീലൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും കാണിക്കുന്നു. ഇവിടെ ഒരു റോഡ് ഉണ്ടാക്കണം എന്ന് ഹെൻറി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഹെൽപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നീലൻ വന്നിട്ടുള്ളത്. നീലനാണെങ്കിൽ ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളിലൊക്കെ ഭയങ്കര ബ്രെയിൻ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അയാളാണ് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഹെൻറിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നീലൻ ഹെൻറിക്ക് വേണ്ടിയിട്ട് സഹായങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹെൻറിക്ക് നല്ല സന്തോഷമാണ്. ഇപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹെൻറി പോകാൻ നേരത്ത് നീലനോട് കാറിൽ കയറാൻ പറയുന്നു. എന്നിട്ട് അവന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവനൊരു ഗണ്ണ് കൊടുക്കുന്നു. അതൊക്കെ കിട്ടിയപ്പോൾ തന്നെ അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അയാളുടെ അടുത്ത് ഇംഗ്ലീഷിൽ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ഹെൻറിയുടെ വീടിന്റെ തൊട്ടടുത്തായിട്ട് നീലനും താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ നീലന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നീലൻ വീട്ടിൽ വന്നതിന് ശേഷം അവൻ വർക്കൊക്കെ തുടങ്ങുകയാണ്. അവിടെ വെച്ച് കട്ടായി ഹെൻറിയെ കാണിക്കുന്നു. ഹെൻറി ഇപ്പോൾ തന്റെ വീട്ടിലോട്ട് കയറുന്ന സമയത്ത് വീടൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അയാൾ അകത്തോട്ട് വരുന്ന സമയത്ത് അവിടെ ജോലി ചെയ്യുന്ന ഒരു പെണ്ണുണ്ട്. അവളുടെ പേര് സജനി എന്നാണ്. അവൾ അവിടെയുള്ള ഓരോ സാധനങ്ങൾ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവളാണ് നമ്മളുടെ സിനിമയുടെ ഹീറോയിൻ. അവൾ ഇങ്ങനെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹെൻറി നേരെ അവളുടെ പുറകിലൂടെ വന്നിട്ട് അവളെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ അവളാണെങ്കിൽ പെട്ടെന്ന് ഞെട്ടിയിട്ട് അവൾക്കൊരു നാണമൊക്കെ വരികയാണ്. അതിൽ നിന്ന് തന്നെ ഇവര് തമ്മിൽ റിലേഷനിലാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. എന്നിട്ട് അവളിപ്പോൾ അയാളുടെ അടുത്ത് തേൻ തീർന്നു പോയി എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ അയാൾ പറയുന്നു, അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് പോയിട്ട് തേൻ എടുത്തിട്ട് വരാമെന്ന്. അങ്ങനെ ഇവരിപ്പോൾ കാറിൽ പോകുന്ന സമയത്ത് നാട്ടിലുള്ള ആളുകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവള് ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഗ്രാമം വിട്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് പോകുന്നു കഴിയുമ്പോഴാണ് അവള് കാറിൽ നേരെ ഇരിക്കുകയും ഇയാളുടെ കൂടെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ദൂരെ നിന്നിട്ട് നീലൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അവനത് വലിയൊരു കാര്യമാക്കുന്നില്ല. അങ്ങനെ ഇവരിപ്പോൾ തേനെടുക്കാൻ വേണ്ടി ഒരു കാട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം അവിടെ പുകയൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ തേനീച്ചകളെയൊക്കെ ഓടിക്കുന്നു. തേനീച്ചേനെയൊക്കെ ഓടിച്ചതിന് ശേഷം ഇവര് തേനൊക്കെ എടുക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഇവര് രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ചി കൊഞ്ഞ് സംസാരിക്കുന്നതൊക്കെ അതിലെ പോകുന്ന രണ്ട് കുട്ടികൾ നോട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവര് രണ്ടുപേരും കൂടി അവിടെയുള്ള അരുവിയിലേക്ക് ഇറങ്ങിയിട്ട് രണ്ടുപേരും ഒരുമിച്ച് കുളിക്കുകയാണ്. അവിടെ വെച്ച് അവരെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ നേരത്തെ കണ്ട രണ്ട് കുട്ടികൾ ഈ ഒരു കാര്യങ്ങൾ മേലെ നിന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം ആ കുട്ടികൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഈ ഒരു കാര്യം അവൾക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആരോ നമ്മളെ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം അവള് ഹെൻറിയുടെ അടുത്ത് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അധികം നേരം ഇവിടെ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവര് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ സമയം കുറെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഹീറോയിനെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ നീലന്റെ അടുത്ത് നമ്മളുടെ ഹെൻറി പറയുന്നു. എന്നിട്ട് ഇപ്പോൾ നീലൻ അവളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാറിൽ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ആ സമയത്ത് ഇവർ തമ്മിൽ ഇംഗ്ലീഷിലൊക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അവളെ കൊണ്ടുവന്ന് വീടിന്റെ അവിടെ ഇറക്കുന്ന സമയത്ത് അവളുടെ ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നീലന്റെ സ്വന്തം ഗ്രാമമാണിത്. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് ഒന്ന് സംസാരിക്കാലോ എന്നൊക്കെ വിചാരിച്ച് അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നീലനെ പുറകിൽ നിന്ന് ആരോ പിടിക്കുന്നു. പെട്ടെന്ന് തന്നെ ഞെട്ടിയിട്ട് ആരാണെന്ന് നോക്കുന്ന സമയത്ത് അത് നമ്മളുടെ ഹീറോയിന്റെ ചേട്ടനായിരുന്നു. പുള്ളി ജസ്റ്റ് ഒരു കോമഡിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പിടിച്ചതാണ്. അങ്ങനെ പിടിക്കുന്ന സമയത്ത് അറിയാതെ നീലന്റെ കയ്യിലുള്ള തോക്ക് അയാളുടെ കയ്യിൽ പെടുന്നു. അപ്പോൾ അവൻ ഈ തോക്ക് കൊള്ളാലോ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇവന്റെ അടുത്ത് പറയുകയാണ്. അത് കേട്ടപ്പോൾ ഇവനും പറയുന്നു, സൂപ്പർ അല്ലേ, എന്റെ ബോസ് തന്നതാണ്. ഇതേ സമയത്ത് ഹീറോയിൻ നീലന്റെ അടുത്ത് വാ നീല വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൻ പറയുന്നു, വേണ്ട, ഭക്ഷണമൊന്നും വേണ്ട, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അവന്റെ വീട്ടിലോട്ട് പോകുന്നു. അങ്ങനെ വീട്ടിലോട്ട് എത്തുന്ന സമയത്ത് ആ നാട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ നീലനെ കാണുമ്പോൾ ചിരിക്കുകയും നാണം കൊടുങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീലൻ അത്യാവശ്യം ഒരു നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന ആളാണ്. അങ്ങനെ നീലൻ ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് അമ്മയുടെ അടുത്ത് സന്തോഷത്തോടു കൂടി അമ്മയ്ക്ക് വേണ്ടി ഞാൻ പുറത്തുനിന്ന് മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മരുന്നൊക്കെ കൊടുക്കുന്നു. അത് കണ്ടപ്പോൾ അമ്മയ്ക്കും വളരെ പ്രൗഡ് തോന്നിയിട്ട് അച്ഛന്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് നീലന്റെ അച്ഛൻ പറയുന്നത്, നീ ഇങ്ങനെ വെള്ളക്കാരുടെ കൂടെ അധികം ഇടപെടുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ നീലൻ പറയുന്നു, നിങ്ങൾ എന്നെ പഠിക്കാൻ വിട്ടത് വെള്ളക്കാരുടെ കീഴല്ലേ, അപ്പൊ പിന്നെ ഞാൻ അവരുടെ കൂടെ അല്ലാണ്ട് പിന്നെ എവിടേക്കാണ് പോവുക? അപ്പോഴേക്കും അച്ഛനാണെങ്കിൽ ഇപ്പൊ ഞാനാണോ കുറ്റക്കാരൻ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെ എങ്കിലും പിന്നീട് ആ പ്രോബ്ലം ഒക്കെ സംസാരിച്ച് നൈസായിട്ട് ഡീലാക്കിയിട്ട് നീലൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവൻ ഹെൻറിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഹെൻറി ചോദിക്കുന്നു. എന്നാൽ യാതൊരു പ്രശ്നവും ഇല്ലെന്ന് അവൻ പറഞ്ഞിട്ട് ഹെൻറിയുടെ അടുത്ത് നിന്ന് അയാളുടെ കൂടെ മദ്യപിക്കുകയൊക്കെയാണ്. മദ്യപിച്ചുകൊണ്ട് ഇവരിപ്പോൾ ഒരു റോഡ് ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ച് കട്ടായി ഇപ്പോൾ നമ്മളുടെ ഹീറോയിനെ കാണിക്കുന്നു. അവള് കുളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കുളത്തിലോട്ട് വരുന്ന സമയത്ത് അവിടെ രണ്ട് പയ്യന്മാരുണ്ടാകും. അവർ നമ്മളുടെ ഹീറോയിനെ കണ്ട ഉടനെ തന്നെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഹീറോയിൻ അതൊന്നും കാര്യമാക്കാതെ അവള് കുളിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അവളുടെ ഉള്ളിലാണെങ്കിൽ ഒരുപാട് വിഷമമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഹസ്ബൻഡ് അവളെ അത്രയും അധികം ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലുള്ള ജനങ്ങളൊക്കെ വെള്ളക്കാർക്കെതിരെ ശബ്ദം ഉയർത്താൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ പോരാട്ടങ്ങളൊക്കെ ശക്തി പ്രാപിച്ചു വരികയാണ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് ഹെൻറി പോയിട്ട് അവരുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധികാരിയുടെ അടുത്ത് ചെന്നിട്ട്, ഞാൻ ഇങ്ങനെ ഒരു റോഡിന്റെ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ റോഡ് ഇവിടെ ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ സമ്പാദിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നിട്ട് ആ റോഡിനുള്ള അനുമതി ചോദിക്കുന്ന സമയത്ത് അയാൾ പറയുന്നു,
നമ്മൾ എത്ര കാലം ഈ ഒരു നാട്ടിൽ ഉണ്ടാവുമെന്ന് തന്നെ അറിയില്ല. കാരണം അത്രയും അധികം പ്രക്ഷോഭങ്ങൾ നമുക്കെതിരെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനൊരു അനുമതി തരാനോ പൈസ തരാനോ ഒന്നും സാധിക്കില്ല. എന്നാൽ ഹെൻറി ഒരു വിധത്തിൽ സംസാരിച്ച് അയാളെ കൺവിൻസ് ചെയ്തിട്ട് അതിനുള്ള അനുമതി മേടിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ നീലനാണെങ്കിൽ കാറിനകത്ത് എന്തൊക്കെയോ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ചെറിയ പയ്യൻ അടുത്ത് വന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടുന്ന ഒരു വ്യക്തി വന്നിട്ട് നമ്മുടെ നീലന്റെ അടുത്ത് പറയുന്നു, നിങ്ങളെപ്പോലെ നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമ്മളുടെ പോരാട്ടമൊക്കെ ഒന്ന് ശക്തമാക്കാമായിരുന്നു. എന്നാൽ നീലനാണെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്കും ഇവന് താല്പര്യമില്ല എന്നുള്ള കാര്യം മനസ്സിലായതുകൊണ്ട് ഓക്കെ, താല്പര്യമില്ലെങ്കിൽ കുഴപ്പമില്ല, നിർബന്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഇപ്പോൾ നീലൻ ഹെൻറിയെ കാണാൻ വരുന്ന സമയത്ത് ഹെൻറി പറയുന്നു എന്റെ ഫാമിലിയെ പോയി പിക്ക് ചെയ്യണമെന്ന്. ആ സമയത്താണ് നമുക്ക് ഈ ഹെൻറിയുടെ ഫാമിലിയെ കാണിക്കുന്നത്. അയാൾക്ക് ഒരു വൈഫും ഒരു മകനുമുണ്ട്. വൈഫിനെയും മകനെയും കണ്ട ഉടനെ തന്നെ ഹെൻറി ഭയങ്കര സന്തോഷത്തോടു കൂടി അവിടേക്ക് ചെല്ലുന്നു. ആ സമയത്ത് നമ്മളുടെ നീലനും അങ്ങോട്ട് വന്നിട്ട് വൈഫിന്റെ അടുത്ത് ഇംഗ്ലീഷിൽ ഒരുപാട് സംസാരിക്കുന്നു. അത് കേട്ടപ്പോൾ അവരും പറയുന്നു, നീ മുമ്പ് കണ്ടതിനേക്കാൾ അടിപൊളിയായിട്ടുണ്ടല്ലോ, ഇപ്പൊ നിന്റെ ഇംഗ്ലീഷ് ഒക്കെ നല്ല രീതിയിൽ ഇംപ്രൂവ് ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇയാളുടെ വൈഫിനെയും കൂട്ടിയിട്ട് നേരെ വീട്ടിലോട്ട് വരുന്നു. അപ്പോൾ വീട്ടിൽ വരുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് നമ്മളുടെ ഹീറോയിൻ ആണ്. ഹീറോയിൻ സന്തോഷത്തോടു കൂടി എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലും ഈ വൈഫ് വന്ന സമയത്ത് ഹെൻറിയുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനോ ഒന്നും സമയം കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൾക്കൊരു വിഷമമുണ്ട്. എന്നിട്ട് നമ്മളുടെ ഹീറോയിനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് അവളും ഇച്ചിരി ദേഷ്യത്തിലും വിഷമത്തിലൊക്കെയാണ്. എന്നാൽ ഹെൻറി അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് അവളിപ്പോൾ ഹെൻറിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അതിനുശേഷം ഇപ്പോൾ ഹെൻറിയും വളരെ സാഡ് ആയിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊജക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ പണമാകും. ഈ സമയത്ത് ഹെൻറിയുടെ വൈഫ് വന്നിട്ട് എന്റെ അച്ഛന്റെ അടുത്ത് ഞാൻ പൈസ ചോദിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹെൻറിയെ അതൊന്നും വേണ്ട എന്ന് പറയുന്നു. കാരണം ഹെൻറി ഇപ്പോൾ ഈ ഒരു പ്രൊജക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് തന്നെ അവളുടെ അച്ഛന്റെയൊക്കെ മുന്നിൽ എന്തെങ്കിലും ഒരു വലിയ കാര്യം ചെയ്ത് കാണിക്കണമല്ലോ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. അങ്ങനെ ഇപ്പോൾ ഹെൻറി അതിന്റെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ പൂജയ്ക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അയാൾ ഇപ്പോൾ മകനെയൊക്കെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ മകൻ അവിടെ ആനയൊക്കെ കണ്ടിട്ട് വല്ലാതെ ഹാപ്പി ആകുന്നു. ഇപ്പോൾ വീട്ടിൽ നമ്മളുടെ ഹീറോയിൻ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹെൻറിയുടെ ഭാര്യ വന്നിട്ട് ഞാൻ ഇല്ലാത്ത സമയത്തും വീടൊക്കെ നല്ല രീതിയിൽ നോക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആ സമയത്ത് അവൾ അതൊന്നും കുഴപ്പമില്ല, ഞാൻ എന്റെ ജോലിയാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് ഹെൻറിയുടെ മകൻ വരുന്നത്. അവനിപ്പോൾ ഒരു തുമ്പിയെ പിടിച്ചൊരു പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഹീറോയിൻ പറയുന്നു, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ മരിച്ച ആളുകൾ തുമ്പികളായിട്ട് പുനർജനിക്കും എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഒരുപക്ഷെ ഈ ഒരു തുമ്പി മരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരാളുടെ പുനർജന്മമായിരിക്കുമെന്നൊക്കെ ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹീറോയിൻ വീട്ടിൽ പോയിട്ട് അവിടുത്തെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഹസ്ബൻഡ് അവിടേക്ക് വന്നിട്ട് അവളുടെ അടുത്ത് ചോദിക്കുന്നു, നീ അരുവിന്റെ അങ്ങോട്ടെങ്ങാനും പോയിരുന്നു എന്ന്. അപ്പോൾ അവൾ പറയുന്നു, ആ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ തേൻ എടുക്കാൻ വേണ്ടി പോയതാണെന്ന്. അപ്പോഴാണ് അയാൾ പറയുന്നത്, ആളുകളൊക്കെ വേറെ അതും ഇതൊക്കെയാണ് പറയുന്നത്, പിള്ളേരൊക്കെ ആരൊക്കെയോ എന്തൊക്കെയോ കണ്ടു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവള് അതെന്തെങ്കിലുമൊക്കെ പിള്ളേര് വെറുതെ പറയുന്നതായിരിക്കും എന്ന് പറയുന്നു. അപ്പോഴേക്കും ഇയാൾ ഒരു കാര്യവും ഇല്ലാതെ അങ്ങനെ വെറുതെ പറയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവളെ പിടിച്ചടിക്കുന്നു. എന്നിട്ട് സത്യം പറയാനൊക്കെ പറഞ്ഞിട്ട് അവളോട് ഇപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് കേട്ടായി ഇപ്പോൾ ഹെൻറിയെ കാണിക്കുന്നു. ഹെൻറി ആണെങ്കിൽ ഇപ്പോൾ ആ പ്രൊജക്ടിന്റെ കാര്യമായിട്ട് ഒരു മെയിൻ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്തു നിന്നും നായ ഭയങ്കരമായിട്ട് കുരച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറെ നേരം ഈ ഡോഗ് കുരയ്ക്കുന്നത് കണ്ടിട്ട് പുറത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹെൻറി ഇറങ്ങുന്നു. എന്നിട്ട് അവൻ ഇനിയിപ്പോൾ സ്ട്രേഞ്ചേഴ്സ് ആരെങ്കിലും ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു തോക്കൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ അയാൾ തോക്കൊക്കെ പിടിച്ച് പോകുന്ന സമയത്താണ് നമ്മളുടെ ഹീറോയിനെ കാണുന്നത്. ഹീറോയിൻ ആണെങ്കിൽ ഇപ്പോൾ ഭർത്താവിന്റെ അടുത്ത് നിന്ന് ഭയങ്കരമായിട്ട് അടി കൊണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. ഹെൻറി പെട്ടെന്ന് എന്നിട്ട് നിനക്കിത് എന്താണ് പറ്റിയത്, എന്തായാലും നമുക്ക് അകത്തുനിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവളെ എടുത്തുകൊണ്ട് നേരെ നമ്മളുടെ നീലൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അവള് പറയുന്നു, ഹസ്ബൻഡിന്റെ അടുത്ത് ആരൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, എന്റെ അടുത്ത് അതിനെപ്പറ്റി ചോദിച്ച സമയത്ത് ഞാനൊന്നും പറഞ്ഞില്ല, അപ്പോഴെന്നെ ഭയങ്കരമായിട്ട് അടിച്ചതാണ്. അത് കേട്ടപ്പോൾ നീലന് കാര്യം മനസ്സിലായി. അവനപ്പോൾ ഹെൻറിയുടെ അടുത്ത് പറയുന്നു, ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്, ഈ നാട്ടിലുള്ള ആളുകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെറുതെ വിടില്ല, അതിപ്പോ ആരാണെന്ന് പോലും അവർ നോക്കില്ല. അങ്ങനെ അയാൾ ഇപ്പോൾ ആകെ ഭയന്നിട്ട് നീലന്റെ അടുത്ത് പൈസയൊക്കെ കൊടുത്തിട്ട് നീ ഇവളെ ദൂരെ എവിടേക്കെങ്കിലും കൊണ്ടേയാക്കാൻ പറയുന്നു. നീലനാണെങ്കിൽ ഇപ്പോൾ എങ്ങോട്ട് കൊണ്ടുപോകുമെന്നൊക്കെ വിചാരിച്ച് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അയാൾ നീ ഒന്ന് പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ പറയുന്നു. അതിനുശേഷം ഹെൻറി ഹീറോയിന്റെ അടുത്ത് ചെന്നിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട്. എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മളിപ്പോൾ കാണിക്കുന്നില്ല. ഹെൻറി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ട് കുറെ നേരമായല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരത്തെ അകത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന ആള് ഹെൻറി അന്വേഷിച്ച് പുറത്തേക്ക് വരുന്നു. ഹെൻറി പെട്ടെന്ന് തന്നെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അയാളെ ഒരു വിധത്തിൽ ഡീലാക്കിയിട്ട് അകത്തോട്ട് പോകുന്നു. ഇപ്പോൾ നീലൻ നമ്മളുടെ ഹീറോയിനെയും കൂട്ടിയിട്ട് ദൂരേക്ക് പോവുകയാണ്. ഇതേ സമയത്ത് ഹെൻറി ഇങ്ങനെ രാത്രി കിടക്കുന്ന സമയത്ത് ഭാര്യ അയാളുടെ അടുത്ത് കുറച്ച് ക്ലോസ് ആവാൻ വേണ്ടി വരുന്നു. പക്ഷെ അയാൾ ആകെ അപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ അയാൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. എന്നിട്ട് അയാൾ ഇപ്പോൾ നേരെ പോയിട്ട് നമ്മളുടെ ഹീറോയിന്റെ ഡ്രസ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അതൊക്കെ നോക്കിയിട്ട് ആകെ ഫീലായി നിൽക്കുകയാണ്. അവിടെ വെച്ച് കട്ടായി നമ്മളുടെ ഹീറോയിനെ കാണിക്കുന്നു. അവളിപ്പോൾ അവരെത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത്രയും ദൂരത്തേക്ക് എന്തിനാണ് വന്നത്, ഇവിടെ നിന്ന് ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊക്കെ നീലന്റെ അടുത്ത് അവള് ചോദിക്കുന്നു. അപ്പോഴാണ് അവൻ പറയുന്നത്, ഇവിടെ നിന്ന് ബോട്ടിൽ കുറച്ച് ദൂരത്തേക്കും കൂടി നീ പോകാനുണ്ട്. അപ്പോൾ ഇവള് പറയുന്നു, എന്നെ കൊണ്ട് അത്രയും ദൂരമൊന്നും പോകാൻ പറ്റില്ല, ഞാൻ എന്തിനാണ് ഇപ്പൊ അങ്ങോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ അവൻ ഹെൻറിയാണ് നിന്നെ അങ്ങോട്ട്
അങ്ങോട്ട് പറഞ്ഞു വിടാൻ എന്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇതാ പൈസയൊക്കെ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ പൈസ കൊടുക്കുന്നു. അതൊക്കെ കേട്ടപ്പോൾ അവൾക്കാണെങ്കിൽ വല്ലാതെ ഫീൽ ആവുകയാണ്. അങ്ങനെ അവളാകെ ഫീലായി നിൽക്കുന്ന സമയത്ത് നീലൻ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് പോകാൻ തീരെ താല്പര്യമില്ലെങ്കിലും അവളുടെ സിറ്റുവേഷൻ ഇതായതുകൊണ്ട് അവള് ബോട്ടിൽ കയറിയിട്ട് അങ്ങോട്ട് പോകുന്നു. ഈ സമയത്ത് ജനങ്ങളാണെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായിട്ട് പോരാടാൻ തുടങ്ങി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അധികകാലം ഇന്ത്യയിൽ ഭരിക്കാൻ കഴിയില്ലെന്നുള്ള കാര്യം അവർക്കിപ്പോൾ ഏകദേശം മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. നീലന്റെ അടുത്ത് ഹെൻറിയുടെ വൈഫ് വന്നിട്ട് സജനി എന്തുകൊണ്ടാണ് ജോലിക്ക് വരാത്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു അവർക്ക് തീരെ സുഖമില്ല, അതുകൊണ്ടാണ് വരാത്തതെന്ന്. വൈഫ് അപ്പോൾ ഓക്കെ ശരിയെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഹെൻറി വന്നിട്ട് അവിടെ കൊണ്ടുപോയി ആക്കിയോ എന്നുള്ള കാര്യം ചോദിക്കുന്നു. അപ്പോൾ അവനും അവളെ അവിടെ കൊണ്ടുപോയാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയുകയാണ്. ഇപ്പോൾ നമ്മളുടെ ഹീറോയിന്റെ ചേട്ടൻ അവളെ കാണാതായപ്പോൾ അന്വേഷിച്ചു വരുന്നു. എന്നിട്ട് നമ്മളുടെ നീലന്റെ അടുത്ത് അവളെ കണ്ടിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ നീലനും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ഹെൻറിയും വൈഫും കൂടി വരുന്നത്. അപ്പോൾ അവരുടെ അടുത്തും അവളുടെ ചേട്ടൻ ഇതേപോലെ തന്നെ അവളെ കാണാനില്ലെന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ അവര് പറയുന്നു അവളൊന്ന് വീട്ടിലോട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടില്ലായിരുന്നു എന്ന്. ഇപ്പോൾ ഹെൻറിയുടെ വൈഫ് നമുക്ക് എവിടെയാണെന്ന് അന്വേഷിക്കാം, കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ ചേട്ടനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഇതേ സമയത്ത് റോഡിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ടെങ്കിലും നീലനാണെങ്കിൽ അതിലൊന്നും വലിയ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ഹെൻറിയും ആകെ ഡെസ്പായിട്ടാണുള്ളത്. അയാൾ ഇപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്ത് വരെ അയാൾ അവളെ പറ്റിയൊക്കെ ഓർത്ത് ഇങ്ങനെ ഫീൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഒരു ദിവസം നീലൻ ഇങ്ങനെ റൂമിലിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മളുടെ ഹീറോയിൻ വരുന്നു. ഇത് കണ്ടപ്പോഴേക്കും ഹീറോ ആകെ ഷോക്കായിട്ട് നിന്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ ആരാ പറഞ്ഞത്, നിന്നോട് അവിടെ നിൽക്കാനല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവള് പറയുന്നു എനിക്ക് നിന്നോടല്ല സംസാരിക്കാനുള്ളത്, നീ ഹെൻറി സാറിനോട് ഇങ്ങോട്ട് വരാൻ പറയൂ. അപ്പോൾ തന്നെ നീലൻ പോയിട്ട് ഹെൻറിയെ വിളിച്ചുകൊണ്ട് വരുന്നു. ഹെൻറിയെ കണ്ടുടനെ തന്നെ ഇവള് പോയിട്ട് ഹെൻറിയെ കെട്ടിപ്പിടിച്ചിട്ട് നീലൻ എന്നെ വേറൊരു സ്ഥലത്തേക്ക് അയക്കാൻ വേണ്ടി നോക്കി, എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എന്തായാലും അങ്ങോട്ട് പറഞ്ഞു വിടാൻ പറഞ്ഞിട്ടുണ്ടാകില്ല എന്ന്. എന്നാൽ അപ്പോൾ ഹെൻറി അവളുടെ അടുത്ത് പറയുന്നു നീലനോട് ഞാനാണ് പറഞ്ഞത് നിന്നെ അങ്ങോട്ട് അയക്കാൻ വേണ്ടിയിട്ട്. ഇത് കേട്ടപ്പോൾ അവള് ചോദിക്കുന്നു അവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്, നിങ്ങളപ്പോ ശരിക്കും എന്നെ സ്നേഹിക്കുകയല്ലായിരുന്നോ? ഇത് കേട്ടപ്പോൾ ഹെൻറിയെ ഇല്ല നീ തീർച്ചയായിട്ടും അവിടേക്ക് തന്നെ പോകണമെന്നൊക്കെ പറയുന്നു. ഹീറോയിൻ ആണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ആകെ വിഷമത്തിൽ കരയുകയുമാണ്. ഇപ്പോൾ അവളുടെ അടുത്തായിട്ട് നമ്മളുടെ നീലന്റെ ഗണ്ണിരിക്കുന്നത് അവള് ശ്രദ്ധിക്കുന്നു. എന്നിട്ട് അവൾ അത് എടുക്കണോ വേണ്ടയോ എന്നൊന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹെൻറി അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് വാതിലിന്റെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവള് ചോദിക്കുന്നു ഒരേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്നെ ശരിക്കും പ്രണയിച്ചിരുന്നോ? അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചതിന് ശേഷം ഹെൻറി ഇല്ല എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോഴേക്കും അവള് നീലന്റെ ആ ഗണ്ണെടുത്തിട്ട് അവരുടെ മുന്നിൽ വെച്ച് തന്നെ സ്വയം വെടിവെച്ച് മരിക്കുന്നു. ഇവര് രണ്ടുപേരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല ഇങ്ങനെ സംഭവിക്കുന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ ഇവളുടെ ബോഡി എവിടെയെങ്കിലും കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ഒരു പ്ലാൻ റെഡിയാക്കുന്നു. എന്നിട്ട് ഹെൻറി ചെന്നിട്ട് വൈഫിന്റെ അടുത്ത് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് നീലനും ഹെൻറിയും കൂടിയിട്ട് ബോഡിയും എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. അവരങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ബോഡി കുഴിച്ചിടാമെന്ന് ഈ ഹെൻറി പറയുന്ന സമയത്ത് നീലൻ പറയുന്നു കുഴിച്ചിടണ്ട, കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അവരെന്തായാലും കണ്ടുപിടിക്കും, നമ്മൾക്ക് കുറെ കല്ലുകളൊക്കെ കെട്ടിയിട്ട് വെള്ളത്തിൽ താഴ്ത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ ഇപ്പോൾ ഇവളുടെ ബോഡിയിലേക്ക് ഒരുപാട് കല്ലും കാര്യങ്ങളൊക്കെ കെട്ടിവെച്ചതിന് ശേഷം ഇവര് വെള്ളത്തിലോട്ട് താഴ്ത്തുന്നു. ഇപ്പോൾ അവിടെ വെച്ച് കട്ടായി ആ റോഡിന്റെ ജോലിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹെൻറിക്കാണെങ്കിൽ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഹെൻറി ആണെങ്കിൽ ഇപ്പോൾ ഇവള് മരിച്ച ഈ ഒരു കേസിൽ പിടിക്കപ്പെടുമോ എന്നുള്ള ടെൻഷനിലാണ്. അപ്പോൾ അവിടേക്ക് നമ്മളുടെ ഹീറോയിന്റെ ചേട്ടൻ വന്നിട്ട് എന്റെ അനിയത്തിയെ കാണാനില്ല, അവളെ അന്വേഷിക്കാൻ വേണ്ടി നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമോ എന്ന് അവിടെ ആ റോഡിന്റെ പണിയെടുക്കുന്ന ആളുകളുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുന്നു. അതുപോലെ തന്നെ അന്വേഷിക്കാൻ സഹായത്തിന് നമ്മളുടെ നീലനെയും വിളിക്കുന്നു. നീലനാണെങ്കിൽ ഇപ്പോൾ ഹെൻറിയെ നോക്കിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ നിൽക്കുകയാണ്. ഇപ്പോൾ അവിടെ വെച്ച് കട്ടായി നൈറ്റ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹെൻറിയുടെ വൈഫ് പറയുന്നു സജനിയെ കാണാത്തത് കൊണ്ട് പോലീസിന്റെ അടുത്ത് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറയുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവായ രീതിയിൽ പോലീസ് അന്വേഷിക്കുമല്ലോ. ഇത് കേട്ടപ്പോൾ ഹെൻറി ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ നിൽക്കുന്നതെന്ന്. വൈഫിനാണെങ്കിൽ ഹെൻറി എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ തന്നെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോലീസ് അങ്ങോട്ട് വരുന്നു. എന്നിട്ട് പോലീസിന്റെ അടുത്ത് വൈഫ് അവൾക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഹെൻറിയോട് ചോദിക്കുന്ന സമയത്ത് അവൻ മുമ്പ് പ്ലാൻ ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെയാണ് അവൻ പറയുന്നത്. പോലീസ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു. ഹെൻറി ആണെങ്കിൽ ഇപ്പോൾ തന്റെ വൈഫ് തന്നെ തനിക്കെതിരെ പണി തരുമോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനിലാണ്. ഇപ്പോൾ ആ റോഡിന്റെ ജോലി നടക്കുന്ന സ്ഥലത്ത് അവിടെ ജോലിക്കാരൊന്നും വരുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹീറോയിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹീറോയിന്റെ ചേട്ടന്റെ കൂടെയാണ് മിക്ക ജോലിക്കാരും. അവരെല്ലാവരും കൂടി ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മളുടെ ഹീറോയിനെ അന്വേഷിക്കുകയാണ്. പക്ഷെ അവർക്ക് എവിടെ നിന്നും ഒരു തുമ്പും ലഭിക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ ജോലിക്കാരിൽ കുറച്ചുപേര് മാത്രമേ ജോലിക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ റോഡിന്റെ പണി ഭയങ്കര സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ റോഡിന് അനുമതി കൊടുത്ത വ്യക്തി വർക്കൊക്കെ കണ്ടിട്ട് വർക്കൊക്കെ ഭയങ്കര സ്ലോ ആണല്ലോ എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ നമ്മളുടെ ഹീറോയിനെ അന്വേഷിച്ചിട്ട് ഒരുപാട് ആളുകൾ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. പക്ഷെ എത്ര അന്വേഷിച്ചിട്ടും അവർക്ക് അവളെ കണ്ടെത്താനാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവര് ഇതിൽ കൂടുതൽ അന്വേഷിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ എല്ലാവരും വീണ്ടും ആ റോഡിന്റെ പണിക്ക് വരികയാണ്. അതൊക്കെ കണ്ടപ്പോൾ ഹെൻറിയും ഭയങ്കര ഹാപ്പി ആകുന്നു. അങ്ങനെ വർക്കും ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഹെൻറി ഇപ്പോൾ പതിയെ പതിയെ ടെൻഷനും കാര്യങ്ങളൊക്കെ മറന്നിട്ട് കുറച്ച് ഹാപ്പി ആകാൻ വേണ്ടി തുടങ്ങി. ഹെൻറി മകന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും അങ്ങനെ നല്ല എൻജോയ്മെന്റിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് ഇനി അടുത്ത പ്രശ്നം ആരംഭിക്കാൻ പോകുന്നത്. അതായത് രണ്ട് പിള്ളേർ അവിടെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുടെ ഹീറോയിന്റെ ബോഡി കാണുന്നത്.
ചെയ്യുന്നത്. ഉടനെ തന്നെ നാട്ടുകാരുടെ അടുത്തൊക്കെ പറയുന്ന സമയത്ത് ആളുകളും പോലീസും ഒക്കെ അങ്ങോട്ട് എത്തുന്നു. അങ്ങനെ പോലീസ് വന്ന് ഇപ്പോൾ ആ ബോഡി വെള്ളത്തിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ തന്റെ അനിയത്തി മരിച്ചതിന്റെ വിഷമത്തില് ചേട്ടനാണെങ്കിൽ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ വെച്ച് കട്ടായി ഇവരെല്ലാവരും കൂടി ഹെൻറിയുടെ വീട്ടിലോട്ട് വരുന്നു. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ തിങ്സ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹീറോയിന്റെ ഹസ്ബൻഡും ചേട്ടനും ഒക്കെ വന്നിട്ട് അവളുടെ തിങ്സ് ഒക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നെ എടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഹെൻറിയുടെ വൈഫും അതിനിപ്പോ എന്താണ്, നിങ്ങൾ കയറി എടുത്തോളൂ എന്ന് പറയുന്നു. എന്നാൽ ഹെൻറിക്കാണെങ്കിൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. അങ്ങനെ അകത്ത് കയറിയിട്ട് ഇപ്പോൾ അനിയത്തിയുടെ സാധനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ചേട്ടന് വല്ലാതെ ഫീൽ ആകുന്നുണ്ട്. അത് കണ്ടിട്ട് ഹെൻറിയുടെ വൈഫിനും വല്ലാതെ വിഷമമായിട്ട് അവൾ അവനെ സമാധാനിപ്പിക്കുന്നു. ഇപ്പോൾ ഹീറോയിന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ അവളുടെ സാധനങ്ങൾ എടുത്തിട്ട് പോവുകയല്ല ചെയ്യുന്നത്, അയാൾ അവിടെയുള്ള ബാക്കി സ്ഥലങ്ങളും ഒക്കെ കയറി നോക്കുകയാണ്. ഇത് കണ്ടപ്പോഴേക്കും ഹെൻറിക്ക് ആകെ ദേഷ്യം വന്നിട്ട് നിങ്ങൾ എന്തിനാണ് അവിടെയൊക്കെ നോക്കുന്നത്, നിങ്ങൾക്ക് അവളുടെ സാധനം എടുത്തിട്ട് പോയാൽ പോരെ എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ പറഞ്ഞു വിടുന്നു. അതിനുശേഷം നൈറ്റ് ടൈം ആയപ്പോൾ ഹെൻറിയുടെ മകൻ ഇങ്ങനെ ചോദിക്കുകയാണ്, മരിച്ചുപോയി കഴിഞ്ഞാൽ തുമ്പിയായി മാറുമെന്നാണല്ലോ നമ്മുടെ ഹീറോയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് അവള് മരിച്ചിട്ട് അവളും തുമ്പിയായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ ഹെൻറിക്കും ഭയങ്കര സാഡ് ആവുന്നു. അങ്ങനെ അവൻ സാഡ് അടിച്ചിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഹെൻറിയുടെ വൈഫ് വന്നിട്ട് അവളെ ആരോ തോക്ക് വെച്ച് വെടിവെച്ച് കൊന്നതാണെന്നാണല്ലോ അവളുടെ ചേട്ടനും ഹസ്ബൻഡും പറഞ്ഞത്, ആരായിരിക്കും അവളെ കൊന്നിട്ടുണ്ടാവുക? അപ്പോൾ ഹെൻറി ആണെങ്കിൽ അത് എനിക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുകയാണ്. അവിടെ വെച്ച് കട്ടായി ഇപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മളുടെ ഹീറോയിന്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടക്കുന്നതാണ്. ഇപ്പോൾ ഹെൻറി നേരത്തെ ആ റോഡിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ആളുണ്ടായിരുന്നല്ലോ, അയാളെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പോൾ അയാളുടെ കൂടെ ഒരു പോലീസ് ഇൻസ്പെക്ടറും ഉണ്ടായിരുന്നു. അയാൾ എന്നിട്ട് ഹെൻറിയുടെ അടുത്ത് ചോദിക്കുന്നു, നമ്മൾ കൊടുത്തിട്ടുള്ള തരം തോക്കിൽ നിന്നാണ് അവൾക്ക് വെടിയേറ്റിട്ടുള്ളത്, സോ നിനക്ക് തന്നിട്ടുള്ള തോക്കുകളിൽ നീ അത് ആർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഇതിനുള്ള മറുപടി എന്തായാലും നീ പോലീസിന്റെ അടുത്ത് പറഞ്ഞിരിക്കണമെന്ന് ഹെൻറിയുടെ അടുത്ത് പറയുന്നു. ആ സമയത്ത് ഹെൻറി ഓക്കെ ശരി ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അവൻ ചെന്ന് പോലീസിനെ കണ്ടിട്ട് നീലന്റെ പേര് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഈ കാര്യം അറിഞ്ഞിട്ട് നമ്മളുടെ ഹീറോയിന്റെ ആളുകളെല്ലാം കൂടി ചെന്നിട്ട് നമ്മളുടെ നീലനെ പൊക്കുന്നു. ഹീറോയിന്റെ ചേട്ടനാണെങ്കിൽ നീലന്റെ കയ്യിൽ ഗണ്ണുള്ളത് അറിയുകയും ചെയ്യാം, അതുകൊണ്ട് തന്നെ നീലൻ തന്നെ ആയിരിക്കും ഇത് ചെയ്തതെന്ന് വിചാരിച്ചിട്ട് അവന്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അവളുടെ ചേട്ടൻ മര്യാദയ്ക്കാണ് ഇവന്റെ അടുത്ത് ചോദിക്കുന്നതെങ്കിലും ഹീറോയിന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇവനോട് വല്ലാതെ ദേഷ്യപ്പെട്ട് നീലനെ അടിക്കാനൊക്കെ തുടങ്ങുന്നു. എന്നിട്ട് എല്ലാവരും കൂടി നീലനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് ഹെൻറിയുടെ വൈഫ് അവിടെ എന്താണ് ഒരു ബഹളം, എന്തിനാണ് എല്ലാവരും ഇപ്പോൾ നീലനെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഹെൻറി അവളുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് നീ അതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല, നീ മര്യാദയ്ക്ക് പോയി കിടക്കാൻ പറയുന്നു. അപ്പോൾ ഹെൻറി ഇങ്ങനെ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നതൊക്കെ കണ്ടപ്പോൾ അവൾക്ക് സംശയം തോന്നി. അവള് പറയുന്നു, ഇപ്പൊ നടന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു കൊലപാതകം തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടല്ലോ, നിങ്ങളാണോ അവളെ കൊന്നത്? അപ്പോൾ ഹെൻറി ഞാനൊന്നുമല്ല കൊന്നതെന്ന് പറയുന്നു. എന്നാൽ അപ്പോൾ വൈഫ് പറയുന്നു, ഓക്കെ ശരി കൊന്നത് ചിലപ്പോൾ നിങ്ങളല്ലായിരിക്കും, പക്ഷെ നിങ്ങൾക്കും ഈ ഒരു കൊലപാതകവും തമ്മിൽ എന്തായാലും ഒരു ബന്ധമുണ്ട്, അതെന്താണെന്ന് മര്യാദയ്ക്ക് എന്റെ അടുത്ത് പറയൂ. അങ്ങനെ ഇപ്പോൾ ഹെൻറിക്ക് വേറെ വഴിയില്ലാതെ നടന്ന കാര്യങ്ങളെല്ലാം അവളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയുന്നു. അത് കേട്ടുടനെ ദേഷ്യം വന്നിട്ട് അവള് ഹെൻറിയുടെ മുഖത്തിന് നോക്കി ഒറ്റ അടി കൊടുക്കുന്നു. ഇപ്പോൾ ഈ വഴക്കുണ്ടാക്കുന്ന ശബ്ദമൊക്കെ കേട്ടിട്ട് മകൻ അങ്ങോട്ട് വരുന്നു. ആ സമയത്ത് ഇവര് രണ്ടുപേരും നോർമൽ ആയിട്ടുള്ളതുപോലെ അഭിനയിച്ചിട്ട് മോനെ നീ പോയി കിടന്നുറങ്ങിക്കോ, ഇവിടെ പ്രശ്നമൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിയെ പറഞ്ഞു വിടുന്നു. എന്നിട്ട് ഇപ്പോൾ ഹെൻറിയുടെ വൈഫ് ഇനിയിപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് നമ്മൾ പിടിക്കപ്പെടുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഹെൻറി പറയുന്നു, നമ്മൾ ഇനി സേഫ് ആണ്, നമ്മളെ പിടിക്കപ്പെടില്ല, കാരണം അതിനു വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ നീലനെ അവർ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ വൈഫ് പറയുന്നത് എത്രയും പെട്ടെന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്നാണ്. അവിടെ വെച്ച് കട്ടായി ഇപ്പോൾ നമ്മളുടെ നീലനെ കാണിക്കുന്നു. നീലനെ ഇപ്പോൾ ആളുകളെല്ലാം പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടുത്തെ ഗ്രാമത്തിന്റെ തലവനായിട്ടുള്ള വ്യക്തി ഉണ്ടല്ലോ അയാളുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അയാൾ മറ്റാരും ആയിരുന്നില്ല, നമ്മളുടെ നീലന്റെ അച്ഛൻ തന്നെയാണ്. അച്ഛൻ എന്നിട്ട് അവന്റെ അടുത്ത് നീയാണോ ഈ കൊലപാതകം ചെയ്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീലന്റെ അച്ഛൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഓക്കെ നീ പോയിട്ട് ആ ചടങ്ങ് ചെയ്തോളൂ എന്ന്. ആ ചടങ്ങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പിന്റെ ഒരു തവിയുണ്ട്, ആ തവിയെ 3 തവണ ലിക്ക് ചെയ്യണം. അത് നല്ല ചൂടാക്കിയിട്ട് പഴുപ്പിച്ചതുപോലെയുള്ള ഒരു തവിയായിരിക്കും അത്. നമ്മൾ കള്ളമാണ് പറയുന്നതെങ്കിൽ നാക്ക് പൊള്ളുമെന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാക്ക് പൊള്ളില്ല എന്നുള്ളതുമാണ് വിശ്വാസം. അങ്ങനെ ഇപ്പോൾ അവൻ ആ ചടങ്ങ് ചെയ്തതിന് ശേഷം അവനല്ല കൊന്നതെന്ന് അവൻ പറയുന്നു. അപ്പോൾ എല്ലാവരും നോക്കുന്ന സമയത്ത് അവന്റെ നാക്കും പൊള്ളിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നീലന്റെ അച്ഛൻ പറയുന്നു, നീ എന്തായാലും കൊല ചെയ്തിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷെ അവൾ എങ്ങനെയാണ് മരിച്ചതെന്ന കാര്യം നിനക്കറിയാം, അത് നീ എന്തായാലും പറയണം. അങ്ങനെ ഇപ്പോൾ നീലന് സത്യം പറയാതെ വേറെ വഴിയില്ല, അതുകൊണ്ട് തന്നെ അവൻ മടിച്ചാണെങ്കിലും എന്താണ് നടന്നതെന്നുള്ള കാര്യം പറയുന്നു. അത് കേട്ടുടനെ സത്യം എന്താണെന്ന് അറിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഇപ്പോൾ ഹീറോയിന്റെ ചേട്ടൻ നമ്മളുടെ നീലന്റെ അടുത്ത് തന്നെ ആ ഗണ്ണ് തിരിച്ചു കൊടുക്കുന്നു. ഇതേ സമയത്ത് ഹെൻറിയും ഫാമിലിയും കൂടി ഇപ്പോൾ ഇവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഹെൻറി വൈഫിന്റെയും മകന്റെ അടുത്ത് നിങ്ങളിപ്പോ മുന്നേ പോയിക്കോ, ഞാൻ പുറകെ വന്നേക്കാമെന്ന് പറയുന്നു. എന്നാൽ വൈഫ് അയാളുടെ മുഖത്ത് നോക്കുന്ന പോലുമില്ല. ഹെൻറിക്കാണെങ്കിൽ എന്തൊക്കെയോ സൈൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അതൊക്കെ ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് പോകാൻ കഴിയൂ. അങ്ങനെ ഇപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അയാൾ ഇറങ്ങുന്ന സമയത്ത് അയാളുടെ വഴി ആരോ തടയുന്നു. അത് ആരായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇയാളാകെ പേടിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കറക്റ്റ് നമ്മളുടെ ഹീറോയിന്റെ ചേട്ടൻ അങ്ങോട്ട് വരുന്നു. ഹീറോയിന്റെ ചേട്ടനെ കണ്ടുടനെ തന്നെ ഹെൻറി ആകെ പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്നു. ഹീറോയിന്റെ ചേട്ടൻ പുറകെയും ഓടിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഭയങ്കര വേഗത്തിൽ 2 പേരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹെൻറി അപ്പോൾ വേറൊരു റൂട്ട് കയറിയിട്ട് നൈസായിട്ട് എസ്കേപ്പ് ആയ പോലെ ഒരു സ്ഥലത്തേക്ക് വരുന്നു. എന്നാൽ ഹെൻറി ഇപ്പോൾ ഓടി വന്ന സ്ഥലത്ത് കറക്റ്റ് നമ്മളുടെ നീലൻ ഗണ്ണും പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടുടനെ തന്നെ പെട്ടെന്ന് ആകെ പേടിച്ചിട്ട് ഹെൻറി അവിടെ നിലത്തേക്ക്
വീഴുകയാണ്. ഇപ്പോൾ നീലൻ അയാളുടെ നേരെ ഗണ്ണ് ഇങ്ങനെ ചൂണ്ടി നിൽക്കുകയാണ്. അപ്പോൾ മേലെ നിന്നിട്ട് നമ്മളുടെ ഹീറോയിന്റെ ചേട്ടൻ അവനെ വെടിവെക്ക് എന്ന് പറയുന്നുണ്ട്. എന്നാൽ നീലൻ ഇപ്പോൾ അയാളെ വെടിവെക്കാതെ തോക്ക് താഴ്ത്തുകയാണ്. എന്നിട്ട് അയാളുടെ അടുത്ത് പറയുന്നു, ഇത് നിങ്ങളുടെ സ്ഥലമല്ല, നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോളൂ. അങ്ങനെ പറഞ്ഞിട്ട് അയാളുടെ ഗണ്ണ് അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് അവിടെ ഇട്ടിട്ട് നീലൻ കുറച്ചങ്ങോട്ട് മാറി നിൽക്കുന്നു. അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ അവിടേക്ക് ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നു. അപ്പോൾ നമ്മളുടെ നീലനും ഹെൻറിയും മഴ നനഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഹെൻറിക്കാണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പോൾ അവിടെ വെച്ച് കട്ടായി ഹെൻറിയുടെ വൈഫും മകനും ആ നാട് വിട്ട് പോയതായിട്ട് നമുക്ക് കാണിക്കുന്നു. അതുപോലെ തന്നെ ഹെൻറിയും ഈ നാട് വിട്ട് പോയതായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവിടെ വെച്ച് കട്ടായി പിന്നീട് നമുക്ക് കാണിക്കുന്നത് സ്വാതന്ത്ര്യ സമരം കുറച്ചുകൂടി ശക്തമാകുന്നതാണ്. അങ്ങനെ ശക്തമായി അവസാനം അത് വിജയത്തിലേക്ക് എത്തുന്നു. അതോടുകൂടി ഈ സിനിമ അവസാനിക്കുകയാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത്തരത്തിലുള്ള അടിപൊളി സിനിമകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.